ഇതും കഴിഞ്ഞ മാസം നമ്മൾ വെച്ചൊരു കൂട് തന്നെ. ഈ കൂട് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കൂട് പോയിരിക്കും. ഇതും കഴിഞ്ഞ മാസം വെച്ചാൽ ഈ ചിലക്ക് പറക്കുന്ന കാണാം. നമ്മൾ കൂട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കൂട്ടിൽ ചെറിയ തട്ടുകൊടുത്താൽ നമുക്ക് ഈ ചിലർ പറക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ വേറെയും കൂടുതലൊക്കെ ഇരിക്കുന്ന കാണാം. പക്ഷേ സക്സസ് ആയിട്ടുള്ള കൂടുതൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇതെല്ലാം ഇപ്പം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള കൂടുതലാണ്. ഈ പുതുതായിട്ട് നമ്മൾ നോക്കുമ്പോൾ വേറെ കൂടുതൽ നമുക്ക് സക്സസ് ആയി കാണാൻ പറ്റില്ല. അതേ സമയത്ത് ഈ ഒരു കൂട് ഓൾറെഡി സക്സസ് ആയ ഒരു കൂടാണ്. കാരണം അതിൻ്റെ ആ തുമ്പിക്കൈ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തുമ്പിക്കൈ ഇത്രയും നീളം നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഓൾറെഡി നിറയെ ഈച്ചകളും കാണും. അതേപോലെ റാണി അങ്ങനെയുള്ളതൊക്കെ കാണും. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഡ്രില്ല് ചെയ്ത് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആണി സെറ്റ് ചെയ്ത് ഈ കെണിക്കൂട് വന്നിട്ട് നമ്മൾ ഇവിടെ കെട്ടി സെറ്റ് ചെയ്യാൻ പോയാണ്. ഈ ട്യൂബ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെളിങ്ങി ഈ ട്യൂബ് വഴിയാണ് ഇറങ്ങി വരാം. പുറത്തേക്ക് പോകുന്ന ഈ ചെളി ഈ ട്യൂബ് വഴി ഇറങ്ങി. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഈ ട്യൂബ് വയ്ക്കുന്നത് അതേപോലെ ചെളി ഒട്ടിക്കുന്നത് രാത്രി ചെയ്താലായിരിക്കും കുറച്ച് പെർഫെക്റ്റ് ആയിരിക്കുന്നത്. കാരണം അകത്ത് ഈ ചെളുണ്ടായിരിക്കും. അവർ പിന്നെ എറുമ്പ് മറ്റു ഒരു വഴി കൂടെ പോയിട്ട് അടുത്തത് ആ വഴി കൂടെ തിരിച്ച് വീണ്ടും ഇറങ്ങി കയറിയില്ല ചെയ്യുള്ളൂ. ഇത് ആ വഴി നമ്മൾ തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ ആ റൂട്ടങ്ങ് മാറി പോകും. അതേപോലെ തന്നെ ഈ ചെളുപ്പിൻ്റെ അകത്ത് ഒരു ഈച്ചൽ ഉണ്ടായിരുന്ന ആ ഈച്ചൽ ഈ ട്യൂബ് വഴി ഇറങ്ങി കയറി വരുമ്പോൾ അവർക്ക് ഈ സൈഡ് വഴി നോട്ടീസ് ആവും. പിന്നെ നമ്മൾ ഇപ്പോൾ അവരുടെ പശയുടെ ഇതുണ്ടല്ലോ, അവർ കൂടിയതാണെന്നുള്ള തിരിച്ചറിയാൻ വേണ്ടി ആ സ്മെല്ല് അത് മതിയാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ അവർ ചെയ്യുന്നത് കാണിച്ചു തരുന്നതാണ്. പക്ഷേ നിങ്ങൾ രാത്രി ചെയ്യുന്നതിനും കുറച്ച് ബെറ്റർ. ഇപ്പോൾ ഈ ചെളൊക്കെ അവിടെ പറഞ്ഞിരിക്കും നമ്മൾ അവിടെ വന്നിട്ട് ചെളി കൊണ്ട് കവർ ചെയ്യാൻ പോവുകയാണ്.